അനിയൻകുട്ട, നീ ഒരു മാമനാവാൻ പോകുന്നു. മാമനോ? ആ, അങ്കിൾ, അമ്മാവൻ, മാതുലൻ, മാമൻ. ഓ, അമ്മാവൻ. അതേടാ, നിന്റെ ചേച്ചി ഒരമ്മയാവാൻ പോകുന്നു. ചേച്ചി, സത്യമാണോ ചേച്ചി? നമ്മുടെ അച്ഛൻ ഇത് അറിയുമ്പോ നല്ല സന്തോഷമായിരിക്കും അല്ലേ? അതൊന്ന് പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ചേച്ചി പറയുമ്പോ അച്ഛന് ഒത്തിരി സന്തോഷമാണ് ചേച്ചി. ചേച്ചി സംസാരിക്കാത്തതിലുള്ള സങ്കടമുള്ള അച്ഛൻ. ആ, അച്ഛൻ ഒത്തിരി വൈകുന്ന് പറഞ്ഞിട്ടാ ചേച്ചി പോയത്. ആ, വല്ലുഞ്ഞെ അഖിലാമേടത്തിന്റെ തറവാട്ടി പോയിരുന്നോ? പോയിരുന്നു അനിയൻകുട്ട. അതൊക്കെ ഞാൻ നിന്നോട് പറയാം. ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴേക്കും നീ നിന്റെ ഐഷുമ്മ തന്നുവിട്ടതാ ഈ പലഹാരങ്ങളൊക്കെ ഒരു ധാരണയിലാക്ക. അത് ഞാൻ ഏറ്റു വല്ലുഞ്ഞെ. എന്താ സുജാതേജി, വലിയ സന്തോഷത്തിലാണല്ലോ. ലോട്ടറി വല്ലതും അടിച്ചോ? അതെ, ലോട്ടറി അടിച്ചു. എനിക്കല്ല, വേറൊരാൾക്ക്. അതാർക്കാ? സുജാതേച്ചിക്ക് ഇത്രയും സന്തോഷം വരണമെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കും ആണല്ലോ. അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കാ. നീയും അറിയും. ആരാന്നൊന്നു പറയേച്ചി. അത് വേറെ ആർക്കും അല്ല, നമ്മുടെ കല്യാണിക്കാ. കല്യാണിക്ക് ലോട്ടറി അടിച്ചോ? ആ ലോട്ടറി അല്ല വനജെ. ഇനി അധികം വൈകാതെ കല്യാണി തൃച്ചംബരത്തേക്ക് വരും. എന്താ സുജാതേച്ചി, ഇന്നലെ സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? സ്വപ്നമൊന്നുമല്ല, സത്യവാ. കല്യാണിക്ക് വിശേഷം ഉണ്ടെന്ന്. എന്നുവെച്ചാ? എന്ന് വെച്ചാ കുന്തം. എടി വനജെ, കല്യാണി ഒരു അമ്മയാകാൻ പോകുന്നെന്ന്. എന്റെ ഈശ്വര, സന്തോഷമുള്ള വാർത്തയാണല്ലോ സുജാതേച്ചി. നിക്കടി അവിടെ. നീ എന്താടി നാട്ടുകാരുടെ വിശേഷം തിരക്കി നടക്കുകയാണ്? രാവിലെ വന്ന് ജോലി ചെയ്യാതെ വിശേഷം പറഞ്ഞോണ്ട് നിൽക്കുന്നു. കല്യാണിക്ക് വിശേഷം ഉണ്ടത്ര. എടി, നിന്റെയൊക്കെ യൂണിയനിൽപ്പെട്ട ഒരുത്തി ഈ തൃച്ചംബരത്തെ റാണിയായി വാഴുമെന്ന് നീ ഒന്ന് സ്വപ്നം കാണണ്ട. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. അവളുടെ ഒരു സുവിശേഷം. പോയി ജോലി ചെയ്യാൻ പോടി. അതെ, മതി നിലത്തിട്ട് ഉരച്ചത്. അകത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് നോക്ക്. പോ. അരവിന്ദ്, ഡോക്ടർ, കൺഗ്രാറ്റ്സ്. അരവിന്ദ് ഒരു അച്ഛനാകാൻ പോകുന്നു. താങ്ക്സ്. വെൽക്കം. ഇറ്റ്സ് ഓക്കെ. അമ്മേ, അനുഗ്രഹം എല്ലാം നല്ലത്. പോകും, പോയി നന്ദനെ കാണും. അല്ല, ഞാൻ മധുരം വിളമ്പാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യും. ശരി ഗുരുജി. ഇരിക്കും. ആയിക്കോട്ടെ. ഇവിടെ വന്നിക്ക ബ്രോ. ഈ മാത്രം എടുത്ത ഈ എടുക്ക് ബ്രോ.
എടുക്കങ്ങട് എടുത്തെടുത്ത ഇന്ന് മധുരം കഴിച്ചില്ലേ പിന്നെ എന്ത് കഴിക്കാനാ? അവിടെ എടുക്കങ്ങട്. അല്ല അനിയൻകുട്ടൻ എവിടെ? അനിയൻകുട്ടാ, നീ ഇവിടെ ഉണ്ടാ? അതെടുക്കണം. അല്ലെങ്കിൽ ഞാൻ വായ വെച്ചിരാം. നിനക്ക് വേറൊരു സാധനമുണ്ട്, ഇത് തോർക്കാനും പറ്റില്ല. എടുക്കടി, എല്ലാം കഴിച്ചോ. നീ ഇത് മൊത്തം കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. പിന്നെ ഇങ്ങോട്ട് എടുത്ത എടുക്കത് നോക്കിക്കോ, അത് എന്തത്ര നാണം. അങ്ങനെ തൃച്ചംബരത്ത് ഒരു അനന്തരാവകാശി ഉണ്ടാവാൻ പോകുന്നു. അല്ല അരവിന്ദ്, നീ ഇതെങ്ങനെ? ബ്രോ എന്നോട് ക്ഷമിക്കണം. ഇന്ന് വരെയുള്ള എല്ലാ സീനിയോറിറ്റിയും മറികടന്ന് തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണ ഒരു അച്ഛനാവാൻ പോകുന്നു. എനിക്ക് എന്തോ. അതെ ബ്രോ, നന്ദനെ ഒരു അമ്മയാവാൻ പോകുന്നു. ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? രണ്ടുപേരും ഞെട്ടിയില്ലേ? എനിക്കറിയുന്നത് സന്തോഷമുള്ള ഞെട്ടില്ലാന്ന്. പക്ഷേ ഞെട്ടണ്ട, സത്യം പറഞ്ഞു. എന്റെ ബ്രോയാണ് സത്യം. ഈ അരവിന്ദ് ഒരു അച്ഛനാവാൻ പോകുന്നു. എന്നാൽ ഞാൻ അച്ഛൻ. ഇന്നാണ് കുഞ്ഞെ, ഇത് പിടിക്ക്. ഇതെന്തിനാ എനിക്ക് വിട്ടായി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇത് ഞാൻ മാമനാവാൻ പോകുന്നതിന്റെ മിഠായിയാ. ബന്ധം വെച്ച് നോക്കുമ്പോ നീ ഒരു മാമനെ കേട്ട് വരും. ശരിയാ. അയ്യോ അതല്ല നീ കുഞ്ഞെ, എന്റെ ചേച്ചിയും അമ്മയാകാൻ പോകുന്നു. അതെ, വലിയ കുഞ്ഞു അച്ഛനാവാൻ പോകുന്നു. സത്യം, അനി കുഞ്ഞാണേ സത്യം. ബ്രോ, അമ്മ ഒറ്റയ്ക്ക് ഓടി പിടിച്ചൊന്നും വരണ്ട. ഇവിടെ എല്ലാരും ഉണ്ട്. അരവിന്ദ് ആണെങ്കി 24 മണിക്കൂറും ഇപ്പൊ എന്റെ കൂടെ തന്നെയുണ്ട്. അമ്മേ? അമ്മയാ. അതെ, ഇനി പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ 1ാം പിറന്നാൾ കഴിഞ്ഞിട്ടേ കമ്പനിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞേക്കൂ അമ്മോട്. ഇനി 2 കൊല്ലം കഴിഞ്ഞേ കമ്പനിയിൽ പോകുന്നുള്ളൂന്ന്. ശരി, അപ്പൊ വെച്ചേക്കമ്മ, നാളെ വിളിക്കാം. ശരി. പ്രസവ ശുശ്രൂഷയ്ക്ക് വരാൻ നിന്റെ അമ്മയ്ക്ക് തിടുക്കായി കാണും. അതെ അതെ, നാളെ രാവിലെ ഇങ്ങോട്ട് വരാൻ പോയതാ. ഞാനേ വിലക്കി. അച്ഛൻ ബാംഗ്ലൂരിലാന്നേ. അച്ഛൻ കൂടി വന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതിയെന്ന് ഞാനങ്ങ് പറഞ്ഞു. ആഹാ, ടോയ്സ് ഒക്കെ വാങ്ങിയ? ഇത് ഈ രാത്രിയിൽ എവിടെ പോയി വാങ്ങി? എടി, ഇത് പുതിയതായിട്ട് വാങ്ങിയതൊന്നല്ല. ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന. എന്നിട്ടിപ്പോ ഞാനിപ്പോ പഴയ അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന. എങ്ങനെയുണ്ട്? അയ്യോ, ഇഞ്ചടാ. കൊള്ളാല്ലേ? കൊള്ളാം. പക്ഷേ ഇത് പെൺകുട്ടികൾക്കുള്ള ടോയ് അല്ല. പെൺകുഞ്ഞിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിനിപ്പോ സംശയം എന്താ? ഇതെന്താ എല്ലായിടത്തും ഇങ്ങനെ? അച്ഛന്മാർ ആഗ്രഹിക്കുന്നത് പെൺകുഞ്ഞിനെ, അമ്മമാർ ആഗ്രഹിക്കുന്നത് ആൺകുഞ്ഞിനെ. അതിന്റെ കാര്യം എന്താണെന്ന് അതെനിക്കറിയില്ല. പക്ഷേ അച്ഛന്മാരോട് ഇഷ്ടം പെൺകുട്ടികൾക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ആൺമക്കൾക്ക് ഇഷ്ടം അമ്മയോടായിരിക്കുമല്ലോ. നീ വാശിയൊന്നും പിടിക്കണ്ട. നിനക്കൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിങ്ങോട്ട് തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സഹോദരികളാണെങ്കിലും കൂട്ടുകാരായിട്ട് അവരങ്ങോട്ട് വളർന്നോളൂ. അതാര്? ബ്രോയുടെ മോള്. ഓ, അതും പെണ്ണാണെന്ന് തീരുമാനിച്ചോ? ആയിരിക്കണമല്ലോ. എടേ, തൃച്ചംബരത്ത് പെൺകുട്ടികളില്ല. ഭാവിയിൽ അവര് തൃച്ചംബരം സിസ്റ്റേഴ്സ് പറഞ്ഞ അറിയപ്പെടും. മാഡം,
ദാസേട്ടന് ബുദ്ധിമുട്ടായി അല്ലേ? എന്താ മേഡം ഇങ്ങനെയൊക്കെ? എനിക്ക് ബുദ്ധിമുട്ടോ? മാഡം വിളിച്ചപ്പോ എന്റെ മനസ്സിന്റെ ഭാരവും ഇല്ലാതായി പോയ പോലെ തളച്ചു മറിഞ്ഞിരുന്ന എന്റെ മനസ്സ് ശാന്തമായി, സന്തോഷായി. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല മാഡം. അവസാന കാലം വരെ തൃച്ചംബരത്തുകാർക്ക് എന്നോടുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുത്താതെ നോക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. എന്റെ ഭാര്യ ഓർമ്മയില്ലേ മാഡത്തിന്? സുധേ. അതെന്താ ദാസേട്ട അങ്ങനെ ചോദിച്ചത്? എനിക്ക് ഓർമ്മയില്ലാതിരിക്കൂ. അവൾ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, എനിക്ക് തൃച്ചംബരത്തുകാരോടാണോ അതോ അവളോടാണോ സ്നേഹം കൂടുതലെന്ന്. എന്നിട്ടെന്താ, ഞാൻ ഉത്തരം പറയാൻ തുടങ്ങും മുമ്പേ അവള് പറയാ ആ ഉത്തരം അവൾക്ക് കേൾക്കണ്ട, കേട്ടാ സങ്കടാവുന്ന്. ശിവരാമ സാറെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവൂല്ലേ മാഡം? എത്തിദാസേട്ടാ. സമയത്തിന് വലിയ വില കൊടുക്കുന്ന മനുഷ്യനാ. സമയം ഒരിക്കലും ആർക്കു വേണ്ടി കാത്തു നിൽക്കാറില്ല എന്ന് ശിവരാമ സാർ എപ്പോഴും പറയാറുണ്ട്. അതെ ദാസേട്ടാ, പോയ സമയങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടണമെന്നില്ല. പാവാണ് മാഡം എന്റെ മോള്. സ്നേഹം ഊട്ടി വളർത്തിയത് കൊണ്ടാകാം അതിർവരമ്പുകൾ അറിയാതെ പോയത്. പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും ആ മനസ്സിലില്ല. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ദാസേട്ടാ. മാഡം. അവിടെ മിനറൽ വാട്ടർ ഉണ്ടോ നോക്കി. ഇല്ല മാഡം. കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നുക. അടുത്തെവിടെയെങ്കിലും കടയിൽ നിന്ന് വാങ്ങാം മാഡം. ദാസേട്ടാ, അവിടേക്ക് ഒന്ന് ഒതുക്കേ. ശരി മാഡം. ദാ ആ റോഡിന്റെ എതിർവശത്തൊരു കട കണ്ടായിരുന്നു. അവിടുന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കൂ. ശരി മാഡം. ഒരു ബോട്ടിൽ വെള്ളം. വണ്ടി എടുത്തിട്ട് പോയി. ഇത് ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നിന്നാ പോലും എനിക്ക് തന്നെ മാറിപ്പോവും. എന്നാ ഡോക്ടറെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അമ്മയ്ക്ക് ബോധം വന്നു എന്ന് മക്കളെ ഒന്ന് അറിയിച്ചേക്കും. ശരി മാഡം. മാഡം, ഇത് അഖിലാണ്ടേശ്വരിയുടെ ഫോണാ. ഓ, വെരി ഗുഡ്. ശരി മാഡം. ഓക്കെ.
സംഭവിച്ചതെല്ലാം നല്ലതിന്. എന്താ ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഒരുവിധം മനസ്സിലായി കാണും അല്ലെ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഞാൻ കൊതിച്ച ആഡംബര ജീവിതം കാലം തന്നത് നിനക്കായിരുന്നു. കാലത്തിന്റെ വിധിയെ മാറ്റിയെഴുതിക്കൊണ്ട് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി ആ ആഡംബര ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാൻ പോവാ. ഇനി ഈ കാരാഗ്രഹത്തിൽ കിടന്ന് കുറച്ചു കാലം നിന്ന് അരകിക്ക്. അതിനുശേഷം സുഖകരമായൊരു മരണം നിനക്ക് ഞാൻ ദാനമായി തരും. എന്റെ വിധി തീരുമാനിക്കാൻ സർവേശ്വരനല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. പക്ഷേ നിന്നെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയം തോന്നാ. കണ്ടില്ലേ, കെട്ടിവരിഞ്ഞിട്ടിരിക്കുമ്പോഴും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ശൗര്യം. ഇതാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ആന്റി, ദേ ഈ നിൽക്കുന്ന ടെസ്സെ കണ്ടോ? ഇവളുടെ രൂപം പോലെ തന്നെയാ ഇവളുടെ പ്രവൃത്തി. 7 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്നിട്ടാ വന്നേ. കയ്യബദ്ധം പറ്റി ഭർത്താവിനെയോ അമ്മായിയമ്മയോ കൊന്നിട്ടല്ല. മീൻ മാർക്കറ്റിൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് 3 പേരെ ഒരുമിച്ച് കൊന്ന കേസിലാ. ഇപ്പോ ഞാൻ ആടാൻ ആഗ്രഹിച്ച വേഷം ആടിത്തകർക്കുക തൃച്ചംബരത്ത്. എന്റെ ആട്ടം തീരുമ്പോ നീ നിന്റെ പേരിന് മുന്നിൽ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന തൃച്ചംബരം എന്ന തറവാട്ടു പേരുണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവില്ല. ആസ്തിവാരം ഇളക്കിയിരിക്കും ഞാൻ. ആന്റി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ ആന്റി ഇവൾ അഴിച്ചുവിടും. ഞാൻ പറഞ്ഞല്ലോ ഇവൾ ആരാണെന്ന്. ടെസ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയ. ഇതുവരെ ഒന്നിനും ഒരു കുറവും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ശരി മാഡം. പറഞ്ഞത് മനസ്സിലായല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. ഈ വേഷപ്പകർച്ചയിൽ ആട്ടക്കാരി ഞാനും കാഴ്ചക്കാരി നീയും. കണ്ട് കണ്ണീര് പൊഴിച്ച് ഒടുവിലെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത്. എടാ അനിയൻകുട്ട, നീ എന്തിനാ കരയുന്നത്? ഇത് അച്ഛനും മോളും കൂടിയുള്ളൊരു ഒളിച്ചുകളിയല്ലേ? എടാ, കല്യാണി മിണ്ടാതിരിക്കുന്നോണ്ട് ദാസേട്ടൻ ബോധപൂർവ്വം മാറി നിൽക്കുന്നതാ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? ഫോണിലൊന്നോടൊന്ന് വിളിച്ചു നോക്കൂ. അതോ? ഇന്നലെ മുതൽ ദാസേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വിഷമിക്കാതെ. ഇതൊക്കെ ദാസേട്ടന്റെ സ്വഭാവമല്ലേ. വെറുതെ ഇരിക്കില്ല, വല്ല ജോലിയും തിരക്കി പോയിട്ടുണ്ടാവും. എന്നാലും ഇന്നലെ പോയതല്ലേ വല്യുവിനെ. ഇപ്പൊ നിങ്ങൾ തനിച്ചല്ലോ, ഞാനില്ലേ കൂടെ. അതാ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്. ഇനി ഇതിന്റെ പേരിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അത് വേണോ? നാളെ എന്റെ പിറന്നാളാ വല്യുവിനി. ആഹാ, അത് ശരി, നാളെ പിറന്നാളാണോ? അപ്പൊ ദാസേട്ടൻ നാളെ ഇങ്ങ് വരും. നാളെ വന്നില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. കല്യാണി,
അനിയൻകുട്ടന്റെ പിറന്നാളിന് നമ്മൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? ഞാൻ ചായ എടുക്കാം വല്യുണ്ണി. നീ വിഷമിക്കണ്ട, ഒന്നുമില്ല. ദാസേട്ടെങ്കി വരും. ചെല്. മറ്റന്നാളാണല്ലോ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ ഉടൻ, ദാറ്റ് മീൻസ് സെയിം ഡേ ആഫ്റ്റർനൂൺ ഓൺ സ്റ്റാഫിന്റെ മീറ്റിംഗ് കൂടി നമ്മൾ വിളിക്കണം. അത്രേ ഉള്ളൂ. അതെ അതെ, നന്ദന പങ്കെടുക്കും. അതിന്റെ സർക്കുലർ ഇന്ന് തന്നെ കൊടുത്തയക്കും. അമ്മ രാവിലെ തന്നെ എവിടെ പോയി? ശരി ശരി, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ. അമ്മേ അമ്മേ, അമ്മ എവിടെ പോയത് ഇത്ര രാവിലെ തന്നെ? ഞാനോ കുമാരപുരം വരെ പോയിരുന്നു. കുമാരപുരത്തോ? ആരൊക്കെയാണ്? ഒരു ഫ്രണ്ടിനെ. ഫ്രണ്ടോ? അവിടെ ഏത് ഫ്രണ്ട്? അല്ല, അമ്മയ്ക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. നീ എന്താ എന്നെ ക്രോസ് വിസ്താരം ചെയ്യണോ? അല്ല, എന്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്കറിയോ? അറിയുമോന്ന്? അതില്ല. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അമ്മ, അല്ല ഇന്ന് കമ്പനിയിലേക്ക് വരുന്നില്ലേ? കമ്പനിയിലോ? ഞാനെന്തിനാ? എന്തിനാന്നോ? ഇന്ന് മീറ്റിംഗ് വെച്ചത് അമ്മ തന്നെയല്ലേ? ഇന്നത്തെ മീറ്റിംഗ് നീ നന്ദനെ കൂടി പകർത്താ മതി. അമ്മയോ അച്ഛനില്ലാതെ ബോർഡ് മീറ്റിംഗ് എങ്ങനെ നടത്താനാ? ഒരു കാര്യം ചെയ്യും, മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്യും. ഡേറ്റ് പിന്നെ അറിയിക്കാം. പിന്നെ അമ്മ എന്താ? അല്ല, അമ്മ അച്ഛൻ വിളിച്ചില്ലേ? ഇല്ല, എന്നെ വിളിച്ചില്ല. നിന്നെ വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. അച്ഛൻ വരുന്നുണ്ട് നീ ഈവനിംഗ് ഫ്ലൈറ്റില്. ഇന്ന് വരുമെന്ന് പറഞ്ഞു. അതെ. എന്താ എന്തുപറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അരവിന്ദ്, നീ നന്ദനയുടെ കൂടെ തന്നെ നടക്കണം. കൂടെ തന്നെ ഉണ്ട്. കഴിക്കുമോളെ. എന്താ, നിനക്ക് വാരിത്തരണോ? കഴിക്കണം. അമ്മ വാരിത്തന്നിട്ട് ഒത്തിരി നാളായല്ലേ. കഴിക്കും. എങ്ങനെയുണ്ട് ദോശ? ഇത്രയും ടേസ്റ്റോടെ ആഹാരം കഴിച്ചിട്ട് ഒരുപാട് നാളായമ്മേ. ഭയങ്കര രുചി. കഴിക്ക് കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. കല്യാണി ഒന്ന് കാണണം എനിക്ക്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പതാ കഴിക്കും. മതി ആന്റി.
മതിയമ്മേ. ഇനി പോയി കിടന്നുറങ്ങ്. മുഖവും വായും ഒക്കെ കഴുകണം. ചെല്ല്. പോട്ടമ്മേ. സർ. ആ ആനന്ദ് ഇരിക്കെ. അന്ന് അമ്മയുടെ ആക്സിഡന്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ അറിയാം സർ, അതൊരു നാച്ചുറൽ ആക്സിഡന്റായി മാറി. അതൊക്കെ സ്വാഭാവികം. ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല, അതാ സത്യം. ഞാനിപ്പോ വന്നത് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയാ. ഓക്കെ ഓക്കെ. സുബ്രഹ്മണ്യൻ ഇവിടെ വന്ന് ഇങ്ങനെയൊരു മാൻ മിസ്സിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊന്നുമല്ല, ഒരു സംശയം, അതുകൊണ്ട് വിളിപ്പിച്ചതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണോ എന്നറിയാൻ മാത്രം. അനിൽ സാർ. ആ അതിങ്ങെടുക്ക്. ശരി സാർ. ഏകദേശം സുബ്ര പറഞ്ഞ സമാന പ്രായമാണ്. എന്റെ അറിവിൽ അതൊരു ആക്സിഡന്റ് തന്നെയാണ്. സുബ്രു. അനന്ത്, പേടിക്കാനൊന്നുമില്ല. ഇതൊരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല. പിന്നെ ഞങ്ങൾ പോലീസുകാർക്ക് ഒരു സംശയം തോന്നിയാൽ വിളിപ്പിക്കാറുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചതാണ്. കാണാനില്ലാത്തത് ആനന്ദിന്റെ ആരാന്നാ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ അച്ഛനാ സർ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? ഡ്രൈവറായിരുന്നു. കുറച്ചു നാളായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. സാർ, കാണിച്ചു കൊടുക്കുക. അരവിന്ദ്, നീ ഇത് അതിരാവിലെ എവിടെ പോവാ? അത് എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. ആരെ? അത് അരവിന്ദ്, നീ ഒരു നുണ പറയാൻ ശ്രമിച്ച അതൊരു നുണ തന്നെയാണെന്ന് അരവിന്ദിന്റെ മുഖത്ത് തന്നെ തെളിഞ്ഞു വരും. എന്തിനാ എന്നോട് കള്ളം പറയാൻ ശ്രമിക്കുന്നത്? പറയ്, എവിടേക്കാ പോന്നെ? നന്ദന, എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുക. ഞാൻ അങ്ങോട്ട് പോവാ. അല്ല, ഇതല്ല സത്യം. നീ അകത്തേക്ക് ചെല്ല. ശരി. ഇന്നലെ രാത്രി മുതൽ അരവിന്ദ് എന്നോട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അരവിന്ദ് ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഉറങ്ങുന്നു എന്ന് എന്നെ ബോധിപ്പിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു. അരവിന്ദ്, ഞാൻ അരവിന്ദിന്റെ ഭാര്യ. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കുന്ന എന്തിനാ? പറയ്, അരവിന്ദ് എവിടേക്കാ പോന്നെ? ഞാൻ സത്യം പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ആക്ച്വലി എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടേ. നന്ദന, അവ ഹോസ്പിറ്റലിലേക്ക് തന്നെയാ പോകുന്നത്. വാർഡിലേക്കോ ഐസിയുലേക്കോ അല്ല, മോർച്ചറിയിലേക്ക്.
മോർച്ചറിയിലേക്കോ? അതെ, ഒരു ശവം തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങാൻ. തൃച്ചംബരം ഒരു ദേവാലയമായി കണ്ടിരുന്ന 26 വർഷം തൃച്ചംബരത്തിന്റെ എല്ലാമായിരുന്ന ബഹുമാനീയനും ആദരണീയനും അതിലുപരി തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ പിതാവുമായ ഡ്രൈവർ ദാസ് മരിച്ചു. ബോഡി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുക. അത് ഏറ്റുവാങ്ങാനുള്ള പോക്ക. നീ എന്താ അരവിന്ദ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ, ഞാൻ പറഞ്ഞില്ലേ അതിന്റെ സത്യം? ഇന്നലെ രാത്രി ആനന്ദൻ നീയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പാവം, അയാൾക്കതായിരിക്കും വിധി. തൽക്കാലം കല്യാണി അറിയണ്ട, സമയമാകുമ്പോ പ്രോയെ അറിയിക്കും. സുബർണ എത്തിയോ? ഞാനും ബ്രോയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. ഇറങ്ങാൻ പോവാ. ശരി. കരയാതെ കല്യാണി, വാ അകത്തേക്ക് പോവാം. വീട് സുജാതിച്ചി, ഇവന്റെ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകണ്ട പോലും. അമ്പലത്തിൽ പോകാൻ പാടില്ല കല്യാണി. പോവാൻ പാടില്ലേ? അതെന്താ? എപ്പോഴായാലും കല്യാണി ഇതറിഞ്ഞേ പറ്റൂ. എന്താ സുജാതേച്ചി? സുജാതേച്ചി ഇങ്ങനെ കരയണേ? കാര്യം പറ. കല്യാണി, ദാസേട്ടൻ പോയി. ദാസേട്ടൻ നമ്മളെ വിട്ടു പോയി. ചേച്ചി എന്താ പറഞ്ഞേ? ചേച്ചി എന്താ പറഞ്ഞേ? എന്റെ അച്ഛൻ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. മോനെ, എവിടെ എന്റെ അച്ഛൻ? എവിടെ?
അച്ഛൻ മിണ്ടാ നിക്കണ എന്റെ അച്ഛനെവിടെ? എന്റെ അച്ഛനോട് പറയാൻ. കല്യാണി, എന്താ എന്താണ് ചോദ്യത്തിന് മറുപടി പറയാത്ത? പോയി എന്റെ അച്ഛനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നതല്ലേ? എനിക്കെന്റെ അച്ഛനെ എനിക്കെന്റെ അച്ഛനെ തരാൻ. എന്നോടെല്ലാം മറച്ചു വെക്കായിരുന്നല്ലേ? എന്താ അച്ഛൻ പോയിട്ട് എന്നോടെല്ലാം മറച്ചു വെക്കായിരുന്നല്ലേ? അനിയും കുഞ്ഞും എന്നോട് പറഞ്ഞില്ല, രണ്ടുപേരും എന്നോട് പറഞ്ഞില്ല. അയ്യോ, രണ്ടുപേരും എന്നോട് പറഞ്ഞില്ല. കല്യാണി, അയ്യോ, ഞാൻ അവസാന നാള് അച്ഛനോട് പിടിഞ്ഞു നടന്നല്ലോ. അയ്യോ, ഞാൻ എങ്ങനെ അച്ഛനൊക്കെ സഹിക്കണേ? ഞാനൊന്നോടൊക്കെ കരഞ്ഞോട്ടെ, ഞാനൊന്നോടൊക്കെ കരഞ്ഞോട്ടെ. അയ്യോ അയ്യോ, അവസാന ദിവസങ്ങളില് അച്ഛൻ എന്തൊക്കെയോ എന്നോട് പറയാൻ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. ഞാനത് കേൾക്കാൻ പോലും നിന്നില്ല. എന്തിനാ നീ അച്ഛനെ കൊണ്ടുപോയേ? ഈശ്വരാ.